അലർജി മൂലം കഷ്ടപ്പെടുന്ന മനുഷ്യര് ഒട്ടനവധിയാണ്. എല്ലാ രോഗങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അലർജി എന്ന പേരിൽ, അതായത് എന്തും അലർജി ആകും. തുമ്മൽ ഒരു അലർജി, പൂച്ച അലർജി, പൂവ് അലർജി, പൊടി അലർജി, പ്രോട്ടീൻ, പാല്, മുട്ട അലർജി, പിന്നെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അലർജി, ഭക്ഷണങ്ങൾ അലർജി. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പച്ചവെള്ളം പോലും അലർജി ആയിട്ട് പേഷ്യന്റിന്റെ അടുത്ത് വന്നിട്ട് പച്ചവെള്ളം അലർജിയാണെന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു പ്രാവശ്യം അലർജി, കുറെ സാധനം കഴിച്ചു, അലർജി ഉണ്ടായി, ആ സാധനം ഒഴിവാക്കി കുറച്ചു നാൾ കൂടി കഴിയുമ്പോൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു സാധനവും കൂടി അലർജി ആവും. അങ്ങനെ പടിപടിയായി ഒന്നും കഴിക്കാൻ മേലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യരെ എത്തിക്കൊണ്ടിരിക്കുന്നു ഈ അലർജി കൊണ്ട് ആസ്മ, എല്ലാ രോഗങ്ങളും വരുന്നു, അലർജി കൊണ്ട് വരുന്നു. ഇത് കഷ്ടപ്പെടുന്ന രോഗികളുടെ എണ്ണം നോക്കിയാൽ ഒട്ടനവധിയാണ്. ഇതിനെപ്പറ്റി ചിന്തിക്കണ പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അലർജി ക്ലിനിക്കുകൾ ഒരുപാടുണ്ട്. അലർജി ടെസ്റ്റ് ചെയ്തിട്ട് വന്ന ലിസ്റ്റ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഒന്നും കഴിക്കാൻ പറ്റില്ല. അലർജി ക്ലിനിക്കിൽ ടെസ്റ്റ് ചെയ്ത് അലർജിയുടെ പ്രൊഡക്റ്റ്, നിങ്ങൾക്ക് ഇന്നത് കഴിക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കഴിക്കാൻ മേലാത്ത അവസ്ഥയാണ്. അലർജി ക്ലിനിക്കുകളും ഒരുപാട് പൊങ്ങി വരുന്നു, കൂണുകൾ പോലെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക, അലർജി എന്ന ഒരു പ്രത്യേക രോഗം ഇവിടെ ഇല്ല. എന്നാൽ അലർജി ഉണ്ടാക്കുന്ന ചില അലർജിക് അവസ്ഥ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അലർജിക് അവസ്ഥയുണ്ട്, ഒരു റിയാക്റ്റീവ് അവസ്ഥ. റിയാക്റ്റീവായിട്ട് മുട്ടയുടെ അലർജി കൊണ്ട് മരിച്ച കേസ് വരെ എനിക്കറിയാം. അപ്പൊ എന്തോ ഒരു അവസ്ഥ അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് മുട്ടയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ? എന്താണ് ഇവിടെ സംഭവിക്കണമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെ കാരണങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. കാരണം അറിഞ്ഞിരുന്ന് എല്ലാ രോഗത്തിന്റെയും അതാണ്, കാരണം അറിഞ്ഞ് കാരണത്തെ മാറ്റി രോഗം ഭേദപ്പെടുത്തുക. അല്ലാതെ അലർജിക്ക് ഒരു മരുന്ന് എന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കുരുങ്ങേ ഉള്ളൂ. എന്താണ് ഇതിന്റെ കാരണമെന്ന് നമുക്ക് നോക്കാം. ഒരു സംശയമില്ല, കഴിക്കുന്ന ഭക്ഷണമോ ശരീരത്തിന് പുറമേ നിന്നും അകത്തേക്ക് വരുന്ന വസ്തുക്കളോ അല്ല അലർജി എന്ന അവസ്ഥ സൃഷ്ടിക്കുന്നത്. അതാണ് ആദ്യം മനസ്സിലാക്കുക. അതായത് നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും ഭക്ഷണമോ ശരീരത്തിനുള്ളിലേക്ക് പുറമേ നിന്നും എത്തുന്ന വസ്തുക്കളോ അല്ല അലർജി എന്ന അസ്വസ്ഥതയ്ക്ക് കാരണം. എന്നാൽ നമുക്ക് അലർജി അനുഭവപ്പെടുന്നുണ്ട്. അലർജി എന്ന് പറഞ്ഞ ഒരു അവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതെന്താണെന്നുള്ളതാണ്. പണ്ട് കഴിച്ചോണ്ടിരുന്നതാണ്, ധാരാളം കഴിച്ചോണ്ടിരുന്നതാണ്. പക്ഷെ ഇന്ന് കഴിക്കാൻ പറ്റില്ല. ഓറഞ്ച് കഴിക്കാൻ പറ്റില്ല, റിയാക്റ്റീവ് ആണ്. നാരങ്ങ തൊടാൻ പറ്റില്ല. ഇങ്ങനെ ഓരോ വസ്തുക്കളും അലർജി വരാനുള്ള കാരണം എന്താണെന്നാണ് നോക്കേണ്ടത്. ഒരു സംശയവും വേണ്ട, രക്തത്തിലെയും കോശങ്ങളിലെയും അവയവങ്ങളിലെയും മാലിന്യങ്ങൾ തന്നെയാണ് ഈ അലർജിക്ക്. അലർജിയുടെ കാരണം നമ്മൾ പുറമേ നിന്നുള്ള ഒരു വസ്തുവിനെ പോയി മാറ്റി അല്ല ചെയ്യേണ്ടത്. നമ്മുടെ ശരീരത്തിനുള്ളിലെ മാലിന്യം, രക്തത്തിലെ മാലിന്യം, കോശങ്ങളിലെ മാലിന്യം, അവയവങ്ങളിലെ മാലിന്യം, ഈ മാലിന്യമാണ് പുറമേ നിന്നും അകത്തേക്ക് വരുന്ന ഒരു പൂമ്പൊടിയെ റിയാക്ട് ചെയ്യുന്നത്. മാലിന്യമാണ്. രക്തം ശുദ്ധമായാൽ, ശരീരം ശുദ്ധമായാൽ, അവയവങ്ങൾ ശുദ്ധമായി കഴിഞ്ഞാൽ, മാലിന്യം ഇല്ലാണ്ടായാൽ, കഫം ഇല്ലാണ്ടായാൽ ഒരു സാധനവും റിയാക്ട് ചെയ്യില്ല. എല്ലാവർക്കും പരിശോധിക്കാവുന്ന ഒരു കാര്യമാണ്. സ്വന്തം ശരീരം ശുദ്ധമാക്കാൻ പഠിക്കണം, രക്തം ശുദ്ധമാക്കാൻ പഠിക്കുക. ഇതാണ് ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത്. ഇതാണ് രക്തത്തിലെ മാലിന്യങ്ങൾ. ഏതൊക്കെയാണ് ഈ മാലിന്യങ്ങൾ, എങ്ങനെയാണ് ഇത് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് മാലിന്യം രക്തത്തിൽ, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കെമിക്കലുകള്, സിന്തറ്റിക്കുകള്, പ്രിസർവേറ്റീവ്സുകള്, ഇതൊന്നും തന്നെ ലിവറിന് കൈകാര്യം ചെയ്യാൻ അറിയില്ല. നമ്മുടെ ശരീരത്തിൽ എത്തുന്ന മാലിന്യങ്ങളെ നിർവീര്യമാക്കേണ്ട ജോലി ലിവറിൻ്റെതും അത് പുറന്തള്ളേണ്ട ജോലി കിഡ്നിയുടേതും. അപ്പൊ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല, വെള്ളത്തിൽ ലയിച്ച മാലിന്യം പോകും. അപ്പൊ ആ മാലിന്യം അകത്ത് കിടന്നു കഴിഞ്ഞാൽ അത് റിയാക്റ്റീവായി തുടങ്ങും, റിയാക്ഷൻസ് തുടങ്ങും, അസിഡിറ്റി ഉണ്ടാക്കും, റിയാക്ഷൻ തുടങ്ങും. മാലിന്യങ്ങൾ ഉണ്ടാകാൻ കാരണം, ഇന്നത്തെ സമൂഹത്തിൽ മാലിന്യം ഉണ്ടാകാൻ കാരണം, അതായത് അൺനാച്ചുറൽ ആയിട്ടുള്ള കെമിക്കലുകൾ, പ്രിസർവേറ്റീവ്സ്, മായം ചേർക്കലുകൾ, ഓയിലിനകത്ത് മായം ചേർക്കൽ, ഇതെല്ലാം കൂടി കിടന്നിട്ടാണ് ഈ കുഴപ്പം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇതിന് പരിഹാരം മെയിൻ ആയിട്ടുള്ള മാലിന്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നത് രണ്ട് സാധനങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് അസിഡിറ്റിയാണ്, ബ്ലഡിന്റെ അസിഡിറ്റി. രണ്ട് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന
കുറച്ച് ഘടകങ്ങൾ, അതായത് കോശങ്ങളുടെ പ്രവർത്തനമായി ഉണ്ടാകുന്ന ഒരു തരത്തിൽ മാലിന്യം എന്ന് വേണം അനുഭവിക്കാം. കോശങ്ങൾ പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. കോശങ്ങൾ പ്രവർത്തനക്ഷമമാകണം. പ്രവർത്തനക്ഷമമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് അതൊരു മാലിന്യമായി രക്തത്തിൽ കുഞ്ഞുകൂടുന്നു. കോശങ്ങളിൽ കിടക്കുന്ന ഉപ്പ്, അസിഡിറ്റി, ഇതെല്ലാം കാരണങ്ങളാണ് നമ്മൾ എത്രയോ ക്ലാസ്സുകളിൽ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നമുക്ക് നോക്കേണ്ടത് ഈ അലർജി ഉണ്ടാക്കുന്നതിൽ പ്രധാനി 2 മാലിന്യങ്ങൾ, ഒന്ന് അസിഡിറ്റിയും 2 ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന ഒരു വസ്തു എന്ന് മാത്രം പറഞ്ഞാൽ മതി. സാധാരണക്കാര് സയന്റിഫിക് ആയിട്ടുള്ളവർ അവരെന്താണെന്ന് വെച്ചാൽ അതിനെ അനലൈസ് ചെയ്തെടുത്തോട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു മലിന വസ്തു എന്ന് വേണം, രക്തത്തിലും അടിഞ്ഞുകൂടുന്ന ഒരു മലിന വസ്തു, പുറത്തു പോകാതെ അടിഞ്ഞുകൂടുന്ന ഒരു മലിന വസ്തുവായിട്ട് അതിനെ കരുതിയാൽ മതി. ഇനി എന്താണ് ഇതിന് pH-ന്റെ കാര്യം, രക്തത്തിന്റെ pH-ന്റെ കാര്യം നമ്മൾ വളരെ വ്യക്തമായി പഠിച്ചതാണ്. അസിഡിറ്റിക്ക് കാരണങ്ങൾ എന്തൊക്കെയെന്ന് വളരെ വ്യക്തമായി പഠിച്ചതാണ്. അതിന്റെ പരിഹാരവും പഠിച്ചതാണ്. മലബന്ധം ഉണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും, മല അകത്ത് കിടക്കുക. വിയർക്കാതിരുന്നാൽ അസിഡിറ്റി ഉണ്ടാകും. ടെൻഷൻ ഉണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും. ഉറക്കം നിൽക്കുന്ന ജോലി ഉണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും. പിന്നെ ഭക്ഷണത്തിലൂടെ എങ്ങനെയാണ് അസിഡിറ്റി ഉണ്ടാകുക? ഇറച്ചി, മീന്, മുട്ട, പാല്, ഉഴുന്ന്, ചെറുപയർ, വൻപയർ, കടല, ഗ്രീൻ പീസ്, പരിപ്പ്, സോയ, ഇതെല്ലാം തന്നെ പ്രോട്ടീൻ ഫുഡുകളാണ്. പ്രോട്ടീൻ കഴിക്കരുതെന്നല്ല പറയാൻ വരുന്നത്, ഇതെല്ലാം കഴിക്കാം. പക്ഷെ ഇതെന്തുണ്ടാക്കുന്ന മാലിന്യം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് പ്രോട്ടീൻ ദഹിക്കേണ്ട നമ്മളുടെ ദഹനരസം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. പ്രോട്ടീൻ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ദഹിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എൻഡ് പ്രൊഡക്റ്റ് യൂറിക് ആസിഡ് ആണ്. ഇത് മാക്സിമം കിഡ്നി വെളിക്കളയും, വിയർപ്പിലൂടെയും പോകും. എക്സസ് വന്നാൽ, അതായത് കൂടുതൽ പ്രോട്ടീൻ കൺസ്യൂം ചെയ്താൽ യൂറിക് ആസിഡ് എക്സസ് ആകും, കിഡ്നിയൊക്കെ താങ്ങാൻ പറ്റാത്തതിനും അപ്പുറത്താകും, കിഡ്നി ഡാമേജ് ആകും. കൂട്ടത്തിൽ ബ്ലഡിലേക്ക് ഈ അസിഡിറ്റി വരും. ഈ അസിഡിറ്റി ആണ് പ്രശ്നക്കാരൻ. ബ്ലഡിന്റെ pH, ആസിഡ് ആൽക്കലൈൻ റേഷ്യോ 7.35-നും 7.45-നും നിലനിർത്താനായാൽ എല്ലാ മാലിന്യങ്ങളെയും അത് ആ സിസ്റ്റം പുറത്തു കളയും. കാരണം pH ഈസ് ദി റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ദി ബോഡി. pH എന്ന് പറയുന്നത് ശരീരത്തിന്റെ റെഗുലേഷൻ നടത്തുന്ന അതോറിറ്റിയാണ്, രക്തത്തിന്റെ pH. അപ്പൊ ആദ്യം നമ്മൾക്ക് വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ചീട്ടുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ആദ്യം കൊടുക്കുന്നത് ഈ pH ബാലൻസിങ് ആണ്. അതിനാണ് കുക്കുംബർ ജ്യൂസ് കൊടുക്കുക. കുക്കുംബർ ജ്യൂസ് രാവിലെ വെറും വയറ്റിലും വൈകുന്നേരം 6 മണിക്കും രാത്രി ഭക്ഷണശേഷം ഒരു കുക്കുംബർ കടിച്ചും തിന്നാൻ പറഞ്ഞ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് pH ബാലൻസിങ്ങിന് വേണ്ടിയാണ്. അസിഡിറ്റി നിർവീര്യമാക്കാൻ ആൽക്കലൈന് പറ്റുമെന്നുള്ള നോളജ്, കെമിസ്ട്രി, 10ാം ക്ലാസ് കെമിസ്ട്രിയുടെ അളവ് അറിവെച്ചിട്ടാണ് കൊടുക്കണേ. ഈ ഭൂമിയിലെ സകല പച്ചക്കറികളും ഇത് പച്ചക്കറികളും നമുക്ക് ആൽക്കലൈനാണ്. അപ്പൊ അസിഡിറ്റിയെ മാറ്റാൻ ആൽക്കലൈന് കൊടുക്കുക, അസിഡിറ്റി മാറ്റിയെടുക്കുക. പുളിപ്പുള്ളതൊന്നും കഴിക്കാണ്ടിരിക്കുക. ബേക്കറിയിലെ സാധനങ്ങള്, പുളിപ്പുള്ളത്, കെമിക്കൽ മരുന്നുകള്, കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാം ഒഴിവാക്കാതെ ഇല്ല. ഇതെല്ലാമാണ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അസിഡിറ്റി ബ്ലഡിന്റെ pH അളക്കാനുള്ള ഒരു സംവിധാനം ഇന്ന് നോർമൽ ലാബറട്ടറികളിൽ ഇല്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ബൈപ്പാസ് സർജറി ചെയ്യുന്നതിന് മുമ്പ് ബ്ലഡിന്റെ pH വിലയിരുത്താറുണ്ട് എന്നാണ്. ഈ pH വിലയിരുത്തിയത് കൊണ്ട് കാര്യമില്ലെന്നുള്ളതാണ് രസം. അതായത് രക്തത്തിന്റെ pH 7-ന് താഴെ പോയാൽ കുഴഞ്ഞു വീണ് മരിക്കും മനുഷ്യൻ. അതുകൊണ്ട് pH താഴെ പോകാതിരിക്കാൻ ശരീരം എടുക്കുന്ന നടപടികളാണ് സകല രോഗങ്ങൾ. കാരണം പല്ലിലെയും എല്ലിലെയും കാൽസ്യം വലിച്ചെടുക്കും, ആൽക്കലൈൻ വാട്ടറുകൾ മുഴുവൻ വലിച്ചെടുത്ത് pH മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഇതുകൊണ്ടാണ് ഇതിനും താഴെ പോയി കഴിഞ്ഞാലാണ് ആള് കുഴഞ്ഞു വീണ് മരിക്കുക. എടുക്കുന്നത് തികയാതെ വരികയും തികയാതെ വരികയും അസിഡിറ്റിയുടെ തോത് കൂടി നിൽക്കുകയും ചെയ്യുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കും, വെള്ളം കുടിക്കാതിരിക്കുകയും ചെയ്താൽ. അപ്പൊ അസിഡിറ്റി മാറ്റുക ഒന്നാമത്തത്. അലർജി മാറണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് അസിഡിറ്റി മാറ്റണം. അസിഡിറ്റി മാറ്റാനായിട്ട് നമ്മൾ ചിലപ്പോൾ കുക്കുംബർ സ്റ്റാർട്ട് ചെയ്താൽ ശരിക്കും അലർജി ഫീൽ കൂടുതലായിരിക്കും, റിയാക്ഷൻ കൂടുതലായിട്ട് വരാം. കാരണം എന്താ? ഇത് പുറന്തള്ളാൻ മാലിന്യങ്ങളെ പുറന്തള്ളാൻ ആൽക്കലൈൻ ശ്രമിക്കും. ശരീരം ആസകലം ചൊറിഞ്ഞ് തടിക്കും. ശരീരം ചൊറിയുമ്പോൾ നമുക്കതൊരു രോഗമാണ്. ആളുകൾ പറയണത് ചൊറിച്ചിലിന് മരുന്നാണ് ചോദിക്കണേ. ഒരു കാരണവശാൽ അലർജിക്ക് മരുന്ന് കഴിക്കരുത് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം മരുന്ന് കഴിച്ചാൽ
ഈ മാലിന്യങ്ങളെ മുഴുവൻ അകത്തിരുത്തും. നമ്മള് നേരത്തെ കണ്ടിട്ടുള്ളതാണ്, മാലിന്യങ്ങൾ ഉണ്ടെങ്കിലേ രോഗമുള്ളൂ. ഏത് രോഗവും, വയറിളക്കം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗമാണ്. ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ശരീരത്തിനുള്ളിലെ മാലിന്യം പുറന്തള്ളലാണ്. തുമ്മൽ 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 മരുന്നാണ് കഴിക്കുക, അലർജിക്കുള്ള മരുന്നാണ് കഴിക്കുക. തുമ്മൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ മാലിന്യങ്ങൾ 150 കിലോമീറ്റർ സ്പീഡിൽ വെളിക്കളയലാണ്. തുമ്മുമ്പോൾ പല്ലിനിടയില് കയറിയിരുന്ന മാലിന്യം പോലും തെറിച്ചു പോകും. അപ്പൊ മാലിന്യ നിർമ്മാർജ്ജനമാണ് അത് നടക്കുക. പക്ഷെ നമുക്ക് രോഗമാണ്. കാരണം എന്താ? സഹിക്കാൻ വയ്യാത്ത വിധത്തിൽ തുമ്മണ്ടി വരുന്നു. സഹിക്കാൻ മേലാത്ത വിധത്തിൽ ചുമ്മന്റെ കാരണം എന്താ? അതിന് മാത്രം മാലിന്യം ഉള്ളിലുണ്ടായിട്ടാണെന്ന് മനസ്സിലാക്കാതെ അതിന് മരുന്നിനാണ് പോവുക. ചുമ യാതൊരു സംശയവും ഇല്ല, ലങ്സിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യമാണ്. നിങ്ങൾ ചുമയ്ക്കുന്നുണ്ടെങ്കിൽ അത് മാലിന്യമാണെന്ന് മനസ്സിലാക്കുക. ചുമയ്ക്ക് മരുന്ന് മേടിച്ച് കഴിച്ചാൽ ഈ മാലിന്യം അകത്ത് കിടക്കും, യാതൊരു സംശയവും. മരുന്നുകളുണ്ട് ചുമയെ അമർച്ച ചെയ്യാൻ. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഒരു മരുന്നിനും ഈ ചുമയെ അമർച്ച ചെയ്യാൻ പറ്റും, തുമ്മലിനെയും അമർച്ച ചെയ്യാൻ പറ്റില്ല ഒരു പരിധി കഴിഞ്ഞാൽ. കാരണം അത് പുറത്തു പോയേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ്. വയറിളക്കം, ചുമ, തുമ്മല്, ഇതെല്ലാം തന്നെ ഒരു മാലിന്യ നിർമ്മാർജ്ജനമാണ്. പനിയും ഒരു മാലിന്യം പുറന്തള്ളലാണ്. അപ്പൊ ചുമ, തുമ്മൽ, വയറിളക്കം, ഛർദില് മാലിന്യ നിർമ്മാർജ്ജനമാണ്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുന്ന ഒരു മാലിന്യം പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ അതിനെ കണക്കാക്കിയിരിക്കുന്നത് ഒരു രോഗമായിട്ടാണ്. ഇതേമാതിരി തന്നെയാണ് മാലിന്യം പുറന്തള്ളാൻ തുടങ്ങുമ്പോൾ, വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളാൻ തുടങ്ങുമ്പോൾ ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കും. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചൊരു ചൊറിച്ചിൽ രോഗമാണ്. ഇത് രോഗമേ അല്ല, മാലിന്യം പുറന്തള്ളുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണത്. നമ്മുടെ ശരീരത്തിൽ മാസകലം ഒട്ടനവധി ബാക്ടീരിയ ഉണ്ട്. നമ്മുടെ ത്വക്കിന്റെ ഓരോ കോശവും ഡെഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അനന്ത കോടി ബാക്ടീരിയകൾ നമ്മുടെ ത്വക്കിലുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന ജോലി ത്വക്കിന്റെ കോശങ്ങളെ തിന്നു മാറ്റുക എന്നുള്ളതാണ്. അത് നമ്മൾ അറിയണേയില്ല. ആ പ്രവർത്തനം സ്വാഭാവികമായിട്ട് നടന്നു വരികയാണ്. എന്നാൽ വിയർപ്പ്, വെളിയിലേക്ക് വരുന്ന വിയർപ്പ്, ആ വിയർപ്പിന്റെ ക്വാളിറ്റി, സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം, മാലിന്യങ്ങളുടെ ആധിക്യമുള്ള വിയർപ്പ് വരുമ്പോൾ അന്തരീക്ഷത്തിലെ ചില ബാക്ടീരിയകൾ ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യും. അവര് ചത്ത കോശങ്ങളെ മാത്രമല്ല തിന്നുക, ജീവനുള്ള കോശങ്ങളെയും കടിക്കും, തിന്നാൻ ശ്രമിക്കുമെന്ന് മനസ്സിലാക്കിയാൽ മതി. സാധാരണക്കാർക്ക് ചൊറിച്ചിൽ എന്താണെന്ന് മനസ്സിലാകാൻ, ജീവനുള്ള കോശങ്ങളെയും അത് തിന്നാൻ ശ്രമിക്കുന്നതാണ് ഈ ചൊറിച്ചിൽ. ഇത് മാലിന്യം മാറാതെ ചൊറിച്ചിൽ മാറില്ല, ശരീരത്തിലെ ചൊറിച്ചിൽ മാറില്ല, രക്തത്തിലെ മാലിന്യം മാറാതെ ചൊറിച്ചിൽ മാറത്തേയില്ല. അതുമാതിരി തന്നെയാണ് ഫ്രീ റാഡിക്കൽസ്. ഈ ഫ്രീ റാഡിക്കൽസ് ഇവ ഇതിനെ മാറ്റിക്കളയാൻ നമുക്ക് പറയാം. ഒരു സുഖമായിട്ട് അലർജിയിലെ ഒരു ഘടകത്തെ, അതായത് അസിഡിറ്റി എന്ന് പറഞ്ഞ ഒരു കാരണത്തെ മാറ്റാം. ഫ്രീ റാഡിക്കൽസിനെ മാറ്റാൻ ഒരു പ്രയാസവും ഇല്ല. ഫ്രീ റാഡിക്കൽസിനെ മാറ്റി. കാരണം ഫ്രീ റാഡിക്കൽസിനെ ഇല്ലായ്മ ചെയ്യാൻ ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞ വസ്തുവാണ് വേണ്ടത്. ആന്റി ഓക്സിഡൻസ്, ഇതില് നല്ല ആന്റി ഓക്സിഡൻസ് നമുക്കുണ്ട്. വിറ്റാമിൻ സി, അതായത് മാലിന്യം അധികരിക്കുമ്പോൾ തെറാപ്യൂട്ടിക്കൽ ഡോസ് വേണ്ടി വരും. വിറ്റാമിൻ സി ഉള്ളത് നെല്ലിക്കയിലാണ്. ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി ഉള്ളത് നെല്ലിക്കയിലാണ്. രണ്ടാമത് പേരക്കയിലാണ്. മൂന്നാമത് നാരങ്ങയിലാണ്. നാലാമത് വേറെ കുറെ സാധനങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതില് വിറ്റാമിൻ സി ഘടകം, അതായത് നെല്ലിക്ക, പേരക്ക, നാരങ്ങ, ഈ 3 വിറ്റാമിൻ സി ഉള്ളതാണ്. ഇത് സ്വാഭാവികമായ നാച്ചുറൽ വിറ്റാമിൻ സി ആണ്. ഇതിൽ ഏറ്റവും നല്ല വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നത് പേരക്കയിലുമാണ്. അപ്പോ ഈ വിറ്റാമിൻ സി നിരന്തരം എല്ലാ ദിവസവും ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കൺസ്യൂം ചെയ്തിരിക്കണം. അത് ചെയ്യാതിരുന്നാൽ വിറ്റാമിൻ സി ആന്റി ഓക്സിഡൻസ് വർക്കാതെ വരുമ്പോൾ ആധിക്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തെറാപ്യൂട്ടിക്കൽ ഡോസ് എന്ന് പറയുന്ന വിറ്റാമിൻ സി പൗഡർ സിന്തറ്റിക് കഴിക്കേണ്ടി വരും. സിന്തറ്റിക് ആയിട്ടുള്ള വിറ്റാമിൻ സി പൗഡർ കഴിക്കേണ്ടി വരും. കാരണം അത് അത്രമാത്രം മാലിന്യം അക്യുമുലേറ്റ് ചെയ്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ദൈനംദിനം നമ്മൾ വിറ്റാമിൻ സി കൺസ്യൂം ചെയ്യണം. കാരണം ഈ ആന്റി ഓക്സിഡന്റ് ആയ വിറ്റാമിൻ സി മനുഷ്യ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിലൂടെ നമുക്ക് ദൈനംദിനം വിറ്റാമിൻ സി കിട്ടണം. ഈ വിറ്റാമിൻ സി നമ്മൾ കഴിച്ചേ പറ്റൂ. വിറ്റാമിൻ സി കഴിച്ചാൽ നമുക്ക് ഒരു വണ്ടർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. ആര് വിറ്റാമിൻ സി എതിർത്താലും വിറ്റാമിൻ സി പൗഡർ എന്ന് പറയുന്നത്
നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, അൾസർ ഉള്ളവർ കഴിക്കരുത് എന്ന് മാത്രം. ബാക്കിയുള്ളവർക്കെല്ലാം കഴിക്കാൻ. നല്ല പുളിയായിരിക്കും. ചെറിയ സ്പൂണിന് 1/4 സ്പൂൺ ഓരോ ഗ്ലാസ് വെള്ളത്തിൽ കലക്കി 3 നേരവും കഴിക്കുക. ആഹാരം കഴിച്ചാൽ ഉടൻ, ആഹാരത്തിന് ശേഷം കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ നിർദ്ദേശം കൊടുക്കുക. ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ടാണ്. ബാക്കി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിലെ സകല ഫ്രൂട്ട്സും ആന്റി ഓക്സിഡൻസ് ആണ്. അത് ഫ്രീ റാഡിക്കൽസ് പോലെ അതിനെ നിർമാർജനം ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ സാധനമാണ് സകല ഫ്രൂട്ട്സും. അതുകൊണ്ടാണ് ഏത് രോഗവും ഫ്രൂട്ട്സും മാത്രം കഴിച്ചിരുന്നാൽ മാറുന്നതിന്റെ കാരണം. എല്ലാ രോഗവും മാറിക്കാണുന്നു. കാരണം ഫ്രൂട്ട്സും മാത്രം കഴിച്ച് 1 മാസമാണ് നമ്മൾ കൊടുക്കുക. 1 മാസം. 10ഉം 20ഉം വർഷം പൊറുക്കാത്ത വ്രണങ്ങൾ പൊറുക്കുന്നു. 1 മാസം കൊടുക്കും. കടിച്ചു പിടിച്ച് മനുഷ്യരത് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞ് വരുമ്പോൾ വേണ്ടി വന്ന 1 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ രോഗം മാറുന്നുണ്ട്. കാരണം ഈ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യമാക്കാൻ ഇവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ അതാണ് മെയിനായിട്ടുള്ളത്. ശരീരത്തിനെ ഡീടോക്സിഫൈ ചെയ്യുക. ഫസ്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നത്, അലർജി ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിനെ ഡീടോക്സിഫൈ ചെയ്യുക. ഇതാണ് ശാശ്വതമായ പരിഹാരം. പിന്നെ ഇതില് ഡീടോക്സിഫൈ ചെയ്യാൻ ഏറ്റവും നല്ല 2 സാധനങ്ങൾ നമ്മുടെ നിത്യഭക്ഷണത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഒന്ന്, പഴുത്ത മഞ്ഞ നിറത്തിലുള്ള മത്തങ്ങ പച്ചയ്ക്ക് കഴിക്കുക. ഡീടോക്സിഫൈ ചെയ്യാൻ വണ്ടർഫുൾ 2 സാധനങ്ങൾ നമുക്കുണ്ട്. എല്ലാ ഫ്രൂട്ട്സ് ഉണ്ട്, പോരെങ്കിൽ വിറ്റാമിൻ സിയും ഗ്രേപ്പ് സീഡും ഉണ്ട്. മുന്തിരിക്കുരു, ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് 1 ഗുളിക വീതം 3 നേരം. അങ്ങനെ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് ഈ 2 സാധനങ്ങൾ കൊടുക്കാം. മുഴുവൻ പഴങ്ങളും ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് അത് കഴിക്കാം. മറ്റൊന്ന്, ഈ പഴങ്ങളിൽ വെച്ച് തന്നെ, ഭക്ഷണത്തിൽ വെച്ച് തന്നെ ഏറ്റവും നല്ല 2 ആന്റി ഓക്സിഡൻസ്, അതായത് ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യമാക്കാൻ പറ്റുന്ന, ശരീരത്തിനെ ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റുന്ന 2 സാധനങ്ങൾ നമുക്കുണ്ട് കേരളത്തിന്. അതിൽ ഒന്നാമത്തത് മത്തങ്ങയാണ്. പഴുത്ത മത്തങ്ങ സ്ക്രാപ്പറിൽ ഉരച്ച് 1 കപ്പ് വീതം 2 നേരം കഴിക്കുക. അത് സ്വതന്ത്രമായും കഴിക്കാം, വേണമെങ്കിൽ ഭക്ഷണത്തോടൊപ്പവും കഴിക്കാം. പച്ചക്കായിരിക്കണം, വേവിക്കരുത്. നല്ല പഴുത്ത മത്തങ്ങ, നല്ല ചെറിയ മധുരമുള്ളൊരു മത്തങ്ങ സ്ക്രാപ്പറിൽ ഉരച്ച് കുറച്ച് തേങ്ങയും ചേർത്ത് 2 നേരം കഴിക്കുക. ശരീരത്തിലെ മാലിന്യങ്ങൾ വെളിയിൽ പോകാനായിട്ട് സഹായിക്കുന്ന, പ്രത്യേകിച്ച് ലങ്സിലെ മാലിന്യം വെളിയിൽ പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓക്സിജന്റെ തോത് ഉള്ളിലേക്ക് കൂടുതൽ കയറുന്നു എന്നാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഓക്സിജനാണ് പ്രഥമ കർമ്മം ചെയ്യുന്ന ആള്. അപ്പൊ ആ ഓക്സിജൻ കൂടുതൽ കയറാൻ സഹായിക്കുകയും ഓക്സിജൻ മാലിന്യങ്ങളെ ഓക്സിഡൈസ് ചെയ്ത് മാലിന്യ നിർമ്മാർജ്ജനം നടത്താൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് മത്തങ്ങയാണ് നമ്മൾ കണ്ടിട്ടുള്ളതിൽ, നമ്മളുടെ അനുഭവത്തിൽ ഏറ്റവും പ്രബലമായി നിൽക്കുന്ന ഒരു ഡീടോക്സിഫയിങ് ഫുഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് മത്തങ്ങയാണ്. രണ്ടാമത്തത് പഴുത്ത ചെറിയ പേരക്കയാണ്. പഴുത്ത പേരക്ക ഒരു കുഞ്ഞിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം കൊടുത്താൽ വലിയ വിര പോലും പോകും, കൃമി പോകും. അതായത് ശരീരത്തിനുള്ളിലെ ഒരു വിരയെ പുറന്തള്ളാനായിട്ട് ഒരു കെമിക്കലിന്റെ ആവശ്യമില്ല. പഴുത്ത പേരക്ക മതി. പേരക്ക നല്ല ചെറുതായിരിക്കണം. ഇപ്പൊ കിട്ടുന്ന പേരക്ക അല്ല നമുക്ക് വേണ്ടത്, ചെറിയ പേരക്ക. ഈ 2ഉം വിറ്റാമിൻ സിക്കും ഗ്രേപ്പ് സീഡിനെയും കവച്ചു വയ്ക്കുന്ന ആന്റി ഓക്സിഡന്റ് ആണെന്ന് അറിയുക. വിറ്റാമിൻ സി നല്ല വിലയുണ്ട്, ഗ്രേപ്പ് സീഡ് നല്ല വിലയുണ്ട്. എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ നിരന്തരമായി ക്ലാസ്സുകളിലൂടെ പറയുകയും മനുഷ്യർ വാങ്ങി കഴിക്കുകയും ചെയ്യുന്ന സകല വസ്തുക്കൾക്കും വില കൂട്ടിക്കൊണ്ടിരിക്കുന്ന കമ്പനികൾ വളരെയധികം വില കൂട്ടി. ഞാൻ അറിഞ്ഞത് നമ്മളുടെ കാൽസ്യം ഫോസിനും കാൽസ്യത്തിനും മെഗ്നീഷ്യത്തിനും ഏതാണ്ട് 25% വില കൂട്ടിയെന്നാണ് കേട്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. അങ്ങനെ കമ്പനികൾ കൊള്ളയടിക്കാമെന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ടാണ് വിറ്റാമിൻ സിയും ഗ്രേപ്പ് സീഡും വ്യാപകമായി കേരളത്തിൽ മനുഷ്യർ ഉപയോഗിക്കുന്നുണ്ട്. പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യമാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. അതിന് ഭയാനകമായ രീതിയിൽ ലാഭമെടുക്കുകയും വില കൂട്ടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വണ്ടർഫുൾ ആന്റി ഓക്സിഡന്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് പഴുത്ത മത്തങ്ങയും ചെറിയ പേരക്കയും തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ ഒരു വിറ്റാമിൻ സി ഇല്ലാതെ നമ്മുടെ ശരീരത്തിനെ ഡീടോക്സിഫൈ ചെയ്യാം. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി കഴിക്കണം. ഒരു പഴുത്ത പേരക്ക ഒരാള് ഒരു ദിവസം 3-4 എണ്ണം കഴിക്കണം. ഇതിനെവിടെ പേരക്ക ഉണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ലെങ്കിൽ
കൃഷി വിഭാഗം തന്നെ ഡിസ്മിസ് ചെയ്ത് കളയേണ്ടതാണ്. ഇവിടെ ആവശ്യമില്ല. വെറുതെ കുഴിച്ചു വെച്ചാൽ കിളുക്കുന്ന സ്ഥലങ്ങളാണ് പാലക്കാടും അട്ടപ്പാടി കുന്നുകളും ഹൈ റേഞ്ചസ് മുഴുവൻ. എത്രമാത്രം പേരക്ക വേണമെങ്കിലും വേണം എക്സ്പോർട്ട് ചെയ്യാൻ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലത്ത് വെറുതെ ഇന്തോനേഷ്യയിൽ നിന്നൊക്കെ പേരക്ക കൊണ്ടുവന്ന കടകളിൽ ഫ്രൂട്ട് സ്റ്റാളുകളിൽ വിൽക്കുന്നുണ്ട് എങ്കിൽ ഇവിടുത്തെ കൃഷി ഡിപ്പാർട്ട്മെന്റ് അപ്രസക്തമാണ് എന്ന് വേണം പറയാൻ. ഇത്രമാത്രം മനുഷ്യ ശരീരത്തിന് അനുയോജ്യമായ ഒരു സാധനത്തെ വേണ്ട രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ കേരളത്തിന് നാണക്കേടാണത്. അപ്പൊ അതുകൊണ്ട് അതും കാത്ത് നമ്മൾ ഇരിക്കണ്ട, അവരെ കുറ്റം പറഞ്ഞ് നമ്മൾ നടക്കണ്ട. പറഞ്ഞു പോണതാണ് അറിയാതെ എന്തൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പേരക്ക. പക്ഷേ നമുക്ക് മത്തങ്ങ കൃഷി ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല. മത്തങ്ങ കൃഷി ചെയ്യാം. മത്തങ്ങ 3 വർഷം കേടുകൂടാതെ പഴുത്തതാണെങ്കിൽ അവിടെ ഇരിക്കും, ഏത് സമയത്തും ഉപയോഗിക്കാം. നല്ല പഴുത്ത മത്തങ്ങ ആരും കിട്ടിയില്ലെങ്കിൽ, കടയിൽ കിട്ടിയില്ലെങ്കിൽ കൃഷി ചെയ്തുണ്ടാക്കുകയും പേരക്ക കഴിക്കുകയും ചെയ്യുക. മുരിങ്ങക്കായ ചമ്മന്തി നമ്മൾ കൊടുക്കാറുണ്ട്, ഡീടോക്സിഫിക്കേഷന് വേണ്ടി കൊടുക്കുന്നതാണ്. വയറ്റിൽ നിന്ന് പോകാനും കൂടിയാണ് അത് കണക്കാക്കുക. മുരിങ്ങക്ക പൊളന്ന് അതിന്റെ ദശ മാംസള ഭാഗം ഒരു 3 സ്പൂൺ എടുക്കുകയും അതിന്റെ കൂട്ടത്തിൽ 2-3 നെല്ലിക്കായും കൂടി വെച്ച്, കുരുമുളക്, പച്ചമാങ്ങ, രണ്ടിലും വിറ്റാമിൻ സി ഉണ്ട്. പച്ച കുരുമുളകിൽ വിറ്റാമിൻ സി ഉണ്ട്, നാരങ്ങയിലുണ്ട്. അതിനകത്തൊരു നെല്ലിക്കായും വെച്ചുകൊണ്ട് നെല്ലിക്കായിൽ വിറ്റാമിൻ സി ഉണ്ട്. അപ്പൊ വിറ്റാമിൻ സി സുലഭമായി കൊടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി. രക്തം ശുദ്ധിയാക്കാനുള്ള മുരിങ്ങക്കായുടെ കഴിവ്, മലം വിസർജനം സാധ്യമാക്കാൻ ഉതകുന്ന മുരിങ്ങക്കായുടെ കഴിവ്, ഇതെല്ലാം ഒരു ഡീടോക്സിഫയിങ് ഫുഡാണ്. മരുന്നിനേക്കാളും എഫക്റ്റീവായി ഫങ്ഷൻ ചെയ്യുന്ന 3 സാധനങ്ങളാണ് മുരിങ്ങക്കായ ചമ്മന്തി. ഇനി കുടിവെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് പൂവരശിന്റെ ഇല. പൂവരശിന്റെ ഇല 4 എണ്ണം, പൂവരശിന്റെ ഇല 4 എണ്ണം, പതിമുഖം 5 ഗ്രാം, നറുനീണ്ടി 5 ഗ്രാം, നറുനീണ്ടി 5 ഗ്രാം ഇതിട്ട് 10 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അത് കുടിവെള്ളമായി ഉപയോഗിച്ചാൽ രക്തം ശുദ്ധീകരിക്കാൻ ഉപകരിക്കുന്നതാണ്. പൂവരശിന്റെ ഇല 4 എണ്ണം, നറുനീണ്ടി 5 ഗ്രാം, പതിമുഖം 5 ഗ്രാം, ഇത് 3ഉം കൂടി ഇട്ട് 10 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ശരിക്കും രാവിലെ മുതൽ വൈകുന്നത് വരെ ഇത് കുടിച്ചു തീർക്കണം. അത് കുടിച്ചു തീർത്താൽ, കാരണം വെള്ളത്തിൽ ലയിച്ചേ മാലിന്യം പോകൂ എന്നുള്ളത് കൊണ്ട് വെള്ളത്തിൽ ലയിക്കാനുള്ള ആവശ്യത്തിന് വെള്ളവും ചെല്ലും. ലിവറാണ് മാലിന്യങ്ങളെ നിർവീര്യമാക്കുന്ന ആള് എന്നുള്ളത് കൊണ്ട് ലിവറിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള പൂവരശ് എന്ന് പറയുന്ന ഇലയും കൂടി നമ്മൾ കൊടുക്കുന്നു. മറ്റൊന്ന് വിറ്റാമിൻ ബി കോംപ്ലക്സ് വിത്ത് വിറ്റാമിൻ സി ടാബ്ലറ്റ് ആണ്. ഇത് നമുക്ക് ലഭ്യമാണ് മാർക്കറ്റിൽ, ഇംഗ്ലീഷ് മരുന്ന് കടകളിൽ ലഭ്യമാക്കണം, വലിയ വിലയില്ല. വിറ്റാമിൻ സിയും വിറ്റാമിൻ ബി കോംപ്ലക്സ്, വിറ്റാമിൻ ബി കോംപ്ലക്സും വിറ്റാമിൻ സിയും ചേർന്ന ഗുളിക. ഇതോ ഒരെണ്ണം രാവിലെ കഴിക്കാം, ഒരു 60 ദിവസം അടുപ്പിച്ച് കഴിക്കുക. പിന്നീട് കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വീണ്ടും വിറ്റാമിൻ ബി കഴിക്കുക. ഇതാണ് നമ്മളുടെ ഒരു ശാശ്വതമായ പരിഹാരം. നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ശരീരത്തിന് ഡീടോക്സിഫൈ ചെയ്യുക. ഇതാണ് ശാശ്വത പരിഹാരം. മറ്റൊന്ന്, വേവിക്കാത്ത വിധിച്ച ഭക്ഷണം 1 മാസം അടുപ്പിച്ച് കഴിക്കുക. വേവിക്കാത്ത വിധിച്ച ഭക്ഷണം 1 മാസം അടുപ്പിച്ച് നമുക്ക് കൺസ്യൂം ചെയ്യാൻ കഴിഞ്ഞാൽ ശരീരത്തിനുള്ള ഒട്ടനവധി മാലിന്യങ്ങളെ ശരീരം പുറന്തള്ളും. അപ്പൊ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ പഴങ്ങളെല്ലാം മാലിന്യമുള്ളതല്ലേ? ആണ്, വിഷമുള്ളതാണ്, കീടനാശിനിയുള്ളതാണ്, പോഷണങ്ങളില്ലാത്തതാണ്. അതുണ്ടാക്കേണ്ട ജോലി നമ്മളുടേതാണ്. പോഷണങ്ങളുള്ള, വിഷമില്ലാത്ത, വിധിച്ച ഭക്ഷണം ഉണ്ടാക്കുക എന്നായിരിക്കണം നമ്മളുടെ മുഖ്യധർമ്മം. നമ്മളുടെ ധർമ്മം അതാണ്. മനുഷ്യന്റെ സ്വധർമ്മം എന്നത് അവന് ആവശ്യമുള്ള ഭക്ഷണം, അവന് പ്രകൃതി വിധിച്ച ഭക്ഷണം പോഷണ സമൃദ്ധമായി ഉണ്ടാക്കി എല്ലാവരും കഴിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഓഫീസിൽ കയറി ഇരുന്ന് ജോലി ചെയ്യലല്ല. ആദ്യം അവനവന്റെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പഠിച്ചേ പറ്റൂ. ഇനി ഇതെല്ലാം പറയുമ്പോ ഇപ്പൊ എൻ്റെ ഒക്കെ ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്. കുക്കുംബർ കഴിച്ചു തുടങ്ങുമ്പോൾ ഭയങ്കര ശക്തമായി ഈ മാലിന്യങ്ങളെ പുറന്തള്ളും. അപ്പം ചൊറിച്ചിൽ കൊണ്ട് സഹിക്കാൻ പാടില്ല, മുഖവും കണ്ണും ഒക്കെ വീർത്ത് വരും. എന്താ സാറേ ചെയ്യുക? അത്യാവശ്യത്തിന് ഏത് മരുന്നും കഴിച്ചോ, ഒന്ന് സഹിക്കാൻ. പക്ഷെ ഒരു കാര്യം എല്ലാവരും വ്യക്തമാക്കിയിരിക്കേണ്ടത്, ഈ മാലിന്യം ശരീരത്തിലെയും രക്തത്തിലെയും കോശങ്ങളിലെയും അവയവങ്ങളിലെയും മാലിന്യം കളയാതെ അലർജി മാറ്റാമെന്ന് ആരും കരുതണ്ട. ഒരു അലർജി മാറ്റാൻ പാടില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് അതിനെ സപ്രസ് ചെയ്ത് വെക്കാം.
അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുടെ എണ്ണങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയും അവസാനം ശരീരം പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് വരികയും ചെയ്യും. ഇത് മനസ്സിലാക്കിയിട്ട് വേവിക്കാത്ത ഭക്ഷണത്തിന്റെ ശീലമാക്കുക. അതില് മത്തങ്ങ, സാധാരണഗതിയിൽ കടയിൽ നിന്ന് കിട്ടുന്ന മത്തങ്ങയിൽ പോലും കാര്യമായ മാലിന്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല നാടൻ മത്തങ്ങ ഇവിടെ ഉണ്ട് നമുക്ക്. ആ നാടൻ മത്തങ്ങ നല്ല മഞ്ഞ നിറത്തിലുള്ള പുറന്തോട്. ഇപ്പൊ പച്ചക്കറികളിൽ വരുന്നത് കിളുന്ന മത്തങ്ങയാണ്. കിളുന്ന മത്തങ്ങയല്ല, നല്ല മൂത്ത് പഴുത്ത മത്തങ്ങ. ഒരു മത്തങ്ങ ഒരു 3 വർഷത്തിനു മേൽ ഒരു കേടും കൂടാതെ നമ്മുടെ അടുക്കളയിൽ വെറുതെ ഇരിക്കുമെങ്കിൽ ആ മത്തങ്ങയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് മനസ്സിലാക്കണ്ടേ. ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സിനോ ഏതെങ്കിലും ഒരു പച്ചക്കറിക്കോ 3 വർഷം ഒരു കേടും കൂടാതെ ഇരിക്കാൻ പറ്റുമോ? മത്തങ്ങ ഇരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഡീടോക്സിഫിക്കേഷനിൽ നമ്പർ 1 ആയിട്ട് നമ്മൾ മത്തങ്ങ എടുത്തത്. മത്തങ്ങ എടുക്കാൻ നമ്പർ 1, പേരക്കായേക്കാളും നമ്പർ 1 ആയിട്ട് എടുത്തത്. പച്ചയ്ക്ക് തിന്നാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ ശരീരം ശുദ്ധമാക്കുക. അതേമാതിരി തന്നെയാണ് സ്ട്രെസ് ഒഴിവാക്കിയേ പറ്റൂ. സ്ട്രെസ് അസിഡിറ്റി ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. ടെൻഷൻ ഉണ്ടെങ്കിൽ അസിഡിറ്റി ഉണ്ടാകും. വൈരാഗ്യം, മറ്റുള്ളവരോട് വൈരാഗ്യം, നിരന്തരമായ വൈരാഗ്യം. ഈ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാലും ശരീരത്തിൽ മാലിന്യങ്ങൾ അക്യൂമുലേറ്റ് ചെയ്യും. ഫ്രീ റാഡിക്കൽസ് അക്യൂമുലേറ്റ് ചെയ്യും. മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനസ്സിനെ ശാന്തമാക്കാനും മനസ്സിനെ ശുദ്ധീകരിക്കാനുമുള്ള വഴി നമ്മളുടെ വൈദ്യം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. KV ദയാൽ സന്നിധാന ധ്യാനം എന്നടിച്ചാൽ ശംഖുലി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും, സന്നിധാന ധ്യാനം കിട്ടും. ആ സന്നിധാനം തന്നെ താമസിയാതെ കൂടുതൽ സന്നിധാന ധ്യാനം കൂടി നമ്മൾ ഇനി വിടുന്നതാണ്. യൂട്യൂബിലിടും. അതായത് മമ സന്നിധാനം, തിരുസന്നിധാനം, സാമൂഹ്യ സന്നിധാനം, സമഗ്ര സന്നിധാനം എന്നൊക്കെ പറഞ്ഞിട്ട് സന്നിധാന ധ്യാനത്തിനെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ ശരീരത്തിനെ കൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിലെ രോഗങ്ങൾ മാറ്റാനും എടുക്കാനുമുള്ള എല്ലാ നടപടികളിലേക്കുമാണ് നമ്മൾ നീങ്ങുന്നത്.